Then Muhammad Muqtasim. Okay, our 3 colors. Very good, Muqtasim. Then who else has drawn the stars? the star. Anybody else? No, okay. Muhammad Muqtasim star also drawn. Okay. Niyadas also drew star. Very good. Very good. Okay. Okay. ആരാണ് സ്റ്റാർ വരച്ചയാള്? പേര് പറ. പാത്തുക്കുട്ടിയാ? പാത്തുവിന്റെ സ്റ്റാർ കാണിച്ച പാത്തു. ഓഹോ, സൂപ്പർ ആണല്ലോ. വെരി ഗുഡ്. ആരാ വരച്ചേ? പാത്തു വരച്ചോ, മമ്മി വരച്ചോ? വെരി ഗുഡ്. ഇവിടെ ഗുഡ് മോർണിംഗ്. വിനോദിയ സ്റ്റാർ വരച്ചില്ല? ആരവ? അല്ലല്ല, ഇത് ഞാൻ ചോദിക്കാം. കഴിഞ്ഞ ദിവസം സ്റ്റാർ വരയ്ക്കാൻ പറഞ്ഞിട്ട് വരച്ചായിരുന്നോന്നാ ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ടേക്ക് പേജ് നമ്പർ 48. പേജ് നമ്പർ 48 എടുത്തേ. ഉണ്ടായിട്ടില്ല. ഓക്കെ, നിവേദ്യ വിനോദ് സൂപ്പർ ആണ്. വെരി ഗുഡ്. നിങ്ങള് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? യൂട്യൂബ് ക്ലാസ് അറ്റൻഡ് ചെയ്യണ്ടേ? കാണണ്ടേ? ക്ലാസ്സിൽ ആബ്സെന്റ് ആകുന്ന മക്കള് യൂട്യൂബ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം കേട്ടോ. അത് ടീച്ചർ ഇപ്പൊ വാട്സപ്പിലേക്ക് ടൈപ്പ് ചെയ്തോണ്ടിരിക്കും. അത് ക്ലാസ് കഴിഞ്ഞ് വെച്ച് കഴിയുമ്പോഴത്തേനും വാട്സപ്പിൽ ഇട്ട് തരും കേട്ടോ. യെസ്, ഓക്കെ. അല്ല, ഓക്കെ. ഇപ്പൊ നമുക്ക് ചെയ്യാം. പേജ് നമ്പർ 47ലുള്ള മാച്ച് ദ ടൂൾസ് വിത്ത് ദെയർ യൂസസ് നമ്മൾ ചെയ്തായിരുന്നു. അത് പേജ് 47ല് no. Now take your pencil also. Okay, take your pencil please. All of you please take your pencil and mute yourself. ഞാൻ എത്ര തവണ പറഞ്ഞു അൺമ്യൂട്ട് ചെയ്തേക്ക്. Okay. First one, 47 first test yourself. Match the tools with their uses. First one is eraser, isn't it? Okay, so answer for that. Answer, first one is eraser, second one is pencil, third one is fill color, next one is brush, next one is rectangular. So this ippurthe side le match cheyyunnathu used for filling colors, used for drawing thick lines, used for erasing, used for drawing rectangles, used for drawing thin lines. ഞാൻ അറ്റ ഒരാളോട് മ്യൂട്ട് ചെയ്യരുത്, അല്ല അൺമ്യൂട്ട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ പേജ് നമ്പർ 47 എടുക്കാം. ഷഹബറ എടുത്തോ? മുത്തേ എടുത്തോ? പെൻസിലൊക്കെ ഉണ്ടല്ലേ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനില് ഒന്നെന്നുള്ളതിന്റെ അവിടെ എറൈസർ ആണ്. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് സി ആണ്. യൂസ്ഡ് ഫോർ എറൈസിങ്. സോ ഡ്രോ എ ലൈൻ ഫ്രം 1 to C. ഒന്നിൽ നിന്ന് സിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ജോബിനും ജോയിലും did you draw? വരച്ചാ? ഒന്നിൽ നിന്ന് സിയിലേക്ക് എറൈസർ, അതായത് erasing used for erasing. Okay, I hope that you might have completed. Go to the second one, that is pencil. So that one's answer is last one, E. Used for drawing thin lines. E. യിലേക്ക് വരയ്ക്കുക. 2 to E. നെക്സ്റ്റ് വണ് വരച്ചു മക്കളെ. എന്റെ പൊന്നോ, ഇത്ര സമയം പറഞ്ഞപ്പോ എന്താ കേട്ടില്ല മുത്തേ? പേജ് നമ്പർ 47ലെ ഫസ്റ്റ് ഫില്ല് മാച്ച് ദ ടൂൾസ്. Good morning, teacher.
ആയിഷ ഗുഡ് മോർണിംഗ്. ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണേ. പേജ് നമ്പർ 47 എടുക്ക ആയിഷ. എന്നിട്ട് നമ്മളിപ്പോൾ മാച്ച് ദ ടൂൾസ് ആണ് ഒന്നാമത്തെ, അതാണ്. അപ്പൊ ഓ എന്താണ് ഈ തെരുതിരെ അൺമ്യൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, അതില് ഫസ്റ്റ് വണ് ഇപ്പൊ ലേറ്റ് ആയിട്ട് വന്നവർക്ക് വേണ്ടിയിട്ടാണ് മിസ് ഇപ്പൊ പറയുന്നത്. ഫസ്റ്റ് വണ് എറൈസർ ആണ്, അത് സിയിലേക്ക് വരയ്ക്കുക. യൂസ്ഡ് ഫോർ എറൈസിങ് ഒന്നാമത്തത്. നിങ്ങളുടെയൊക്കെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ചേച്ചിയോ ചേട്ടനോ അമ്മയോ അച്ഛനോ ആരെങ്കിലും കൂടെ ഉണ്ടോ ഹെൽപ്പ് ചെയ്യാന്? ഓക്കെ, അപ്പം പിന്നെ ഒന്നോ രണ്ടോ തവണ പറയുമ്പോ അവർക്ക് മനസ്സിലാകും, അവര് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഓക്കെ, എന്താ അഫ്രോസേ, എന്താ പറഞ്ഞു മനസ്സിലായില്ല? ആരുമില്ലേ കുഞ്ഞിനെ സഹായിക്കാന്? എന്റെ മോന്റെ മമ്മി, വേർ ഈസ് യുവർ മമ്മി? അതെയോ? സാരില്ല, ചേട്ടന് ചേച്ചിയൊന്നും ഇല്ല കുഞ്ഞിനെ സഹായിക്കാന്. ഓക്കെ, മോൻ മറിച്ചോ? മിസ് പറഞ്ഞു തരാം കേട്ടോ. ശരിയേ. അപ്പം ഫസ്റ്റ് വണ്ണ് സിയിലേക്ക് വരയ്ക്കുക. സെക്കൻഡ് വണ്ണ് പെൻസിലാണ്, അത് ഇയിലേക്ക് വരയ്ക്കുക. ഇ ലാസ്റ്റിലേക്ക്. യൂസ്ഡ് ഫോർ ഡ്രോയിങ് തിൻ ലൈൻസ്. നെക്സ്റ്റ് തേർഡ് വണ്ണ് മൂന്നാമത്തത് യൂസ്ഡ് ഫോർ ഫില്ലിംഗ് കളേഴ്സ്. എയിലേക്ക് വരയ്ക്കുക. എ യൂസ്ഡ് ഫോർ ഫില്ലിംഗ് കളേഴ്സ്. Third one is A. ഇഷിക മോളെ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണേ കേട്ടോ മുത്തേ. ഓ കുഞ്ഞിന്റെ മുഖത്തെ പാടൊന്നും പോയില്ലേടാ ഇഷിക കുട്ടി? നന്നായിട്ട് വീണായിരുന്നു അല്ലേ? കണ്ടോ നിങ്ങളെ? ഇഷിക മോളുടെ മുഖം കണ്ടോ? പാവം വീണിട്ട് കണ്ടോ? മുറിവൊക്കെ പറ്റി. ശരി, നെക്സ്റ്റ് ഫോർത്ത് വണ്ണ് യൂസ് ബി ഈസ് ആൻസർ. ബി യൂസ്ഡ് ഫോർ ഡ്രോയിങ് തിക്ക് ലൈൻസ്. കട്ടിയുള്ള ലൈൻ വരയ്ക്കാൻ വേണ്ടിട്ട് ബി, അത് ഉപയോഗിക്കുന്ന ബിയിലേക്ക് വരയ്ക്കുക. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ അറിയത്തില്ലേ? ഫിഫ്ത്ത് വൺ ഡി യൂസ്ഡ് ഫോർ ഡ്രോയിങ് റെക്ടാംഗിൾസ്. ഓക്കെ, ഐ ഹോപ്പ് യു മൈറ്റ് ഹാവ് കംപ്ലീറ്റഡ്. കംപ്ലീറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. ഒരു തവണ കൂടെ മിസ് അല്ല ഒന്നുകൂടെ പറയാം, ഒന്ന് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് വൺ ഈസ് സി, സെക്കൻഡ് വൺ ഈസ് ഇ, തേർഡ് വൺ ഈസ് എ, ഫോർത്ത് വൺ ഈസ് ബി, ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ഡി. Correct? Okay. Next we will go to the next one. B, fill in the blanks with correct words. അവിടെ വേർഡ്സ് രണ്ടെണ്ണം തന്നിട്ടുണ്ടായാലും choose the correct answer ആണ്. The toolbox of the paint program contains dash to draw and color. Tools, keys. What will be the answer? Tools is the answer. TOOLS. അവിടെ സ്പെല്ലിംഗ് ഉണ്ട്, ആദ്യത്തെ ആണ് അവിടെ എഴുതുക. TOOLS. ഹാദി കംപ്ലീറ്റഡ്. എഴുതിയോ മുത്തേ? ടൂൾസ് എഴുതിയോ? ഓക്കെ, നിയമോൾ എഴുതിയോ? ഇല്ലേ മുത്തേ? മമ്മി എന്തിയേ? മമ്മിയോട് പറഞ്ഞു തരാൻ പറ, കാണിച്ചു തരാൻ പറ സ്പെല്ലിംഗ് ഒക്കെ. ടൂൾസ് TOOLS. ഇനി ആരാ എഴുതാനുള്ള? ആരാ ഉള്ളേ? ഏവൽ എഴുതിയ മുത്തേ? യെസ്, ഹാദി എഴുതി. ഐഫുന മുത്തേ എഴുതിയോ? സേറ എഴുതിയോ മോളെ? ഓക്കെ, എല്ലാരും എഴുതി അല്ലേ? ജിയാറോസ് എഴുതിയോ മോളെ? ഗുഡ്. ആൻഡ് ജോവിൻ ആൻഡ് ജോയൽ എഴുതിയാ? ഗുഡ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. അഫ്രോസ് എഴുതിയ മുത്തേ? പാവ, അവനെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല.
Second, we can move screen up, down, right and left with the help of the dash bar. Scroll bar or title bar? Scroll. Spelling avada thanne undu. Nokka. S C R O L L. Approach spelling undo mutte? Mone spelling undo? Approach kelkunnilla kunja. Spelling undo? Yes. Onnu ezhudikko. Yes. Dishit ezhudike mone? Yes, good boy. iPhone mole ezhudiya? Good. S C R O L L. Scroll. പാത്തുക്കുട്ടി എഴുതിയിട്ടാണോ കുഞ്ഞാവനെ കളിപ്പിക്കുന്നേ? ഗുഡ് ഗേൾ. ഐഫോനിക്ക് ഉണ്ടൊരു കുഞ്ഞുവാവ, ഫാത്തിമയ്ക്ക് ഉണ്ടൊരു കുഞ്ഞുവാവ. Okay, next third question. Very good. Next third one, for freehand drawing with colored brush we use the dash brush or line tool. Freehand drawing ine nammal edana ubhayikkunnathu? Brush. BRUSH. Second one is scroll. 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 Okay. Next, last one, fourth one, the dash. Did not understand. Next, fourth one, the dash tool is used to fill color in a closed shape. Brush or fill with color? Fill with color. Ada spelling ondalla nokki ezhudhe. Fill with color. Spelling avadi unde nokki ezhudane. Fill with color. Nalamatende. Fill with color. Fill with color. Spelling makkala nokki ezhudane avade. Velli spelling ayadonda miss parayathe. Ningal ade nokkiyittu ezhudiyale tettikkade ezhudikolum. Paranjo. Fill with color. Color maatralla fill with color. FILL fill with 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 color COLOR. ആരെങ്കിലും എഴുതാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കി കാണിച്ചേ മിസ്സിനെ. എഴുതി കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ. അഫ്രോസ് സ്പെല്ലിംഗ് ഉണ്ടോ മുത്തേ? ടെക്സ്റ്റ് ബുക്കിലെ നാലാമത്തെ ആൻസർ കണ്ടോ? ഫിൽ വിത്ത് കളർ. മോനെ ആരും ഇല്ലടാ മുത്തേ അവിടെ? ചേച്ചിയോ ചേട്ടനോ ഒന്നും ഇല്ലടാ കുഞ്ഞിനെ സഹായിക്കാൻ?
എന്തോ കണ്ടോ? കണ്ടെങ്കിൽ എഴുതു കേട്ടോ. ഫിൽ വിത്ത് കളർ, FILL, ഫിൽ WITH വിത്ത് കളർ, COLOR, കളർ. ടീച്ചറെ എന്തോ ഫസ്റ്റിന്റെ ആൻസർ കിട്ടിട്ടാ? എത്രാമത്തെന്റെയാ? ഫസ്റ്റ് ടൂൾസ്. ഓക്കെ എഴുതൂ കേട്ടോ. വേഗം എഴുതേ. ടൂൾസ്. ഒന്നും കൂടെ ടീച്ചർ ആൻസേഴ്സ് എല്ലാം പറയാം. ആരെങ്കിലും എഴുതാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിലോ ഒന്നുകൂടി ചെക്ക് ചെയ്യുക. ഫസ്റ്റ് വൺ ഈസ് ടൂൾസ്, TOOLS, ടൂൾസ്. Are you all correct? Second one, scroll, SCROLL, scroll. Are you all correct? Yes. Third one, brush, BRUSH, brush. And fourth one, fill with color. Completed? എന്തോ fill with color. ഫില്ല് മാത്രം എഴുതിയാ പോരാ, വിത്ത് കളർ. എന്തോ അതിന്റെ താഴത്തെ എടുക്കണേ. അതിന്റെ താഴത്തെ എടുക്കണം. കഴിഞ്ഞില്ലേ? നെക്സ്റ്റ് സി, ടൂൾസ് യൂസ്ഡ് ഫോർ. ഓക്കെ, അവിടെ three pictures have been given there. We should draw a circle around the correct picture. Okay, so first one is drawing a straight line. Drawing a straight line, there are three pictures given. In that, first one eraser ആണ്. Eraser ആണോ ലൈൻ വരയ്ക്കാൻ ഉപയോഗിക്കുന്നേ? അല്ല. സെക്കൻഡ് A എന്ന് എഴുതിയേക്കുക, അതാണോ ഉപയോഗിക്കുന്നേ? No. ലാസ്റ്റ് ഒരു ലൈൻ തന്നിട്ടുണ്ടല്ലേ? You should draw a circle around that line. So ആ ലൈനിന് ചുറ്റും ലൈനിന് ചുറ്റും ഒരു ഇത് വരയ്ക്കുക. ഈ ചിത്രത്തിന്. ഓക്കെ, അതായത് മൂന്നാമത്തെ ഫസ്റ്റ് വണ്ണിന്റെ 3 ചിത്രം തന്നിട്ടുണ്ട്. അതിൽ തേർഡ് പിക്ചറിനാണ് റൗണ്ട് വരയ്ക്കേണ്ടത്. Did you draw? Did you circle that? Yes. Yes. Next, second one, drawing curved lines. വളഞ്ഞ വര വരയ്ക്കാൻ വേണ്ടിട്ട് രണ്ടാമത്തെ ചിത്രത്തിൽ ഏതാണോ ഉപയോഗിക്കേണ്ടത്? ഫസ്റ്റ് വൺ ആണോ, സെക്കൻഡ് വൺ ആണോ, തേർഡ് വൺ ആണോ? ലാസ്റ്റ് വൺ അല്ലേ? വളഞ്ഞ വര തന്നെ. ഓക്കെ, സെക്കൻഡ് വണ്ണിന്റെയും തേർഡ് പിക്ചർ ആണ് കറക്റ്റ്. ഓക്കെ, ഇനി ഒന്നും മനസ്സിലായില്ല മുത്തേ. മോളെ കുറച്ചുകൂടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയിരുന്നിട്ടൊന്ന് പറഞ്ഞേ. ഒന്നും തിരിഞ്ഞില്ലടാ മുത്തേ, റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു. മോളൊന്ന് എണീറ്റിട്ട് അപ്പുറത്തോട്ട് എങ്ങനെ നീങ്ങിയിരിക്കാൻ പറ്റുമോ? മൊബൈലിലാണോ ക്ലാസ്, അതേ കമ്പ്യൂട്ടറിലാണോ? മൊബൈലിൽ. എന്നാ പിന്നെ മോളൊന്ന് എണീറ്റിട്ട് ഇനി നസ പറഞ്ഞ എന്താ പറഞ്ഞത്? Okay. Now I can hear. Okay, tell me what you said. ഫസ്റ്റ് മുതലേ ഒന്ന് പറഞ്ഞിരുന്നു. ഏതിന്റെയാണ്? സിയാ? ഫസ്റ്റ് മുതൽ ഒന്ന് പറഞ്ഞിരുന്നു. Okay, okay. Now I can hear. Okay, tell me what you said. First മുതലേ ഒന്ന് പറഞ്ഞിരുന്നു. ഏതിന്റെയാണ്? സിയ? ഏതിന്റെയാണ്? സിയ? Okay, okay. Now I can hear. Okay, tell me what you said. First മുതലേ ഒന്ന് പറഞ്ഞിരുന്നു. ഏതിന്റെയാണ്? സിയ?
സി ആണോ മോളെ? മൊത്തം പോയോ? റേഞ്ച് പോയോ? ഓക്കെ, ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ സാരമില്ല, മിസ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടും കേട്ടോ. അപ്പൊ നോക്കി എഴുതിയാ മതിയേ. നെക്സ്റ്റ് തേർഡ് വണ് പിക്കിംഗ് എ കളർ. പിക്കിംഗ് എ കളറിന്റെ സെക്കൻഡ് വണ്ണാണ്. അതിനകത്ത് പിക്കിംഗ് കളർ എന്ന് പറയുമ്പോ ഫില്ലർ പോലത്തെ സാധനമാണ് കേട്ടോ. രണ്ടാമത്തെ ചിത്രമാണ് റൗണ്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ചിത്രമാണ് സർക്കിൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഫോർത്ത് വൺ ഡ്രോയിങ് ആൻഡ് ഓവൽ. ഓവൽ എന്ന് പറയുമ്പോ എന്താണ്? മുട്ടയുടെ ഷേപ്പ്, എഗിന്റെ ഷേപ്പിലുള്ളത്. അത് ലാസ്റ്റ് പിക്ചർ ആണ് അല്ലേ? ഓക്കെ, സോ റൗണ്ട് ദ ലാസ്റ്റ് പിക്ചർ. എന്താ റിച്ചാർഡ് കൂട്ടാ? സെക്കൻഡ് പിക്ചർ, നടുക്കത്തെ പടം. നടുക്കത്തത് മോനെ. എന്തോ? ഇനി ആരും അൺമ്യൂട്ട് ചെയ്യണ്ട. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചേ, മിസ് എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചു. ഒന്ന്, മക്കൾക്ക് ചിലവർക്ക് റേഞ്ച് ഇല്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് പറയുന്ന ഒന്നും ക്ലിയർ ആയിട്ട് കേൾക്കൂല, മിസ് പറയുന്നതും മക്കൾക്ക് കേൾക്കൂല. അപ്പം ഒരു അതിനിടയ്ക്ക് ആരെ വീണ്ടും അൺമ്യൂട്ട് ചെയ്ത ആള് ഇല്ല. അതുകൊണ്ട് പിന്നെ മിസ് മ്യൂട്ട് ചെയ്യരുതെന്ന് പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ, സോറി, അൺമ്യൂട്ട് ചെയ്യരുതെന്ന് പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് അൺമ്യൂട്ട് ചെയ്യുന്നവരുണ്ട്. മിസ് എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചു. ഇനി നിങ്ങളുടെ ആൻസേഴ്സ് ഒന്നും കൂടെ ചെക്ക് ചെയ്യുക. എഴുതാത്തവര് അല്ലെങ്കിൽ തെറ്റിച്ചവരോ അങ്ങനെ ഡൗട്ട് ഉള്ളവരോ ഒന്നുകൂടെ നോക്കുക. നമ്മുടെ സിയിലെ ആദ്യത്തെ ചിത്രത്തില് നമ്പർ 1 മൂന്നാമത്തെ ചിത്രമാണ് സർക്കിൾ ചെയ്യേണ്ടത്. വര, ഒരു ലൈന്. ഓക്കെ, അത് സർക്കിൾ ചെയ്യുക. രണ്ടാമത്തതും മൂന്നാമത്തെ ചിത്രമാണ് സർക്കിൾ ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ ചിത്രത്തിൽ നടുക്കുള്ള ചിത്രമാണ് സർക്കിൾ ചെയ്യേണ്ടത്. നാലാമത്തെ ക്വസ്റ്റിന്റെ ലാസ്റ്റ് പിക്ചർ ആണ് സർക്കിൾ ചെയ്യേണ്ടത്. അപ്പോൾ 1, 2, 4 ഇത്രയും ലാസ്റ്റ് പിക്ചർ ആണ് റൗണ്ട് ചെയ്യേണ്ടത്. ഒരെണ്ണം മാത്രം നടുക്കത്തേതും. ഓക്കെ, ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ് വൈകുന്നേരം വാട്സപ്പ് ഗ്രൂപ്പിലിടും, അപ്പൊ നോക്കിയാൽ മതി കേട്ടോ. നെക്സ്റ്റ്, ടേക്ക് പേജ് നമ്പർ 48. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മിസ് അയച്ചു തരും. നിങ്ങൾക്ക് ഇവിടെ ഒരു ഹെൽപ്പ് പറഞ്ഞിട്ടുണ്ട്. ഹെൽപ്പ് ദ റെഡ് കളർ ടു റീച്ച് ഇറ്റ്സ് പ്ലേസ് ഇൻ ദ കളർ ബോക്സ്. ഇവിടെ ഒരു മൗസിന്റെ പോലത്തെ ചിത്രം തന്നത് റെഡ് കളറാണ്. അപ്പം നമ്മളോട് പറഞ്ഞേക്കുന്ന അതിനെ ഈ ഇതിലേക്കൂടെ കൊണ്ടുപോയിട്ട് ആ വൈറ്റ് കളറായിട്ട് അവിടെ തന്നിട്ടില്ല. അതിന്റെ കളറാണ് ശരിക്കും റെഡ് കളർ അവിടെ വേണ്ടത്. റെഡ് കളർ ചാടിപ്പോയത് കൊണ്ടാണ് അവിടെ വൈറ്റ് വന്നേക്കുന്നത്. അവിടെ ഒന്ന് കൊണ്ടു എത്തിക്കണം. ക്യാൻ യു എത്തിക്കാൻ പറ്റുമോ? ഓക്കെ, അതിനൊന്ന് വഴി കാണിച്ചു കൊടുത്തേ. അത് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാവേ. പിന്നെ ഉണ്ട് ഓപ്പൺ ദ പെയിന്റ് പ്രോഗ്രാം ആൻഡ് ഡ്രോ ആൻഡ് കളർ ദ ഫോളോയിങ്. ഇവിടെ നോക്കിക്കൊള്ളുക. ഇതിനൊന്ന് കളർ ചെയ്യാൻ വേണ്ടിട്ട് 2 ചിത്രം തന്നിട്ടുണ്ട്. വൺ ബേർഡ് ആൻഡ് അനദർ വൺ ഈസ് യുവർ ഫോട്ടോ. നിങ്ങളുടെ ഫോട്ടോ ഇവിടെ തന്നിരിക്കുന്ന കേട്ടോ. രണ്ടാമത്തേത് നല്ല തൊപ്പിയൊക്കെ വെച്ച് അല്ലേ? ഓക്കെ, യു ഹാവ് ടു കളർ ബ്യൂട്ടിഫുള്ളി. നന്നായിട്ട് കളർ ചെയ്യണം കേട്ടല്ലോ. ചെയ്യുവോ? ഓക്കെ, കളർ ചെയ്യൂ കേട്ടോ. അത് 2 ഹോംവർക്ക് ആണ്. You can use a computer to send emails. ഇനി ബാക്കി ഒന്ന് ശ്രദ്ധിച്ചേ. We can use the computer to send emails. എന്താ emails എന്നറിയാവോ?
ആർക്കെങ്കിലും ഇമെയിൽ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ആർക്കെങ്കിലും കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന സാധനമാണോ ഇമെയില്? അല്ല, പിന്നെ എന്തോന്നാ? ആർക്കറിയാവുന്ന ഉത്തരം? ഇമെയിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവുന്ന ആരാ ഉള്ളേ? എന്നാ മിസ് തന്നെ പറയാം. നമ്മൾ ഫോണിൽ SMS അയക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട് അല്ലേ? അതുപോലെ നമ്മൾ കമ്പ്യൂട്ടറിൽ അയക്കുന്ന മെസ്സേജുകളാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇമെയിൽ ഈസ് എ ലെറ്റർ സെൻഡ് ത്രൂ ദ ഇന്റർനെറ്റ്. മുക്താസിം, എന്റെ അമ്മോ, ഞാൻ കാണുന്നുണ്ടേ. ഓക്കെ, ആൻഡ് ഇമെയിൽ ഡസ് നോട്ട് നീഡ് സ്റ്റാമ്പ് ഓർ പോസ്റ്റ്മാൻ. നമ്മൾ സാധാരണ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് കത്തൊക്കെ അയക്കണമെങ്കിൽ പോസ്റ്റ്മാൻ വേണം കൊണ്ട് കൊടുക്കാൻ. അതുപോലെ നമ്മൾ കവറിനകത്ത് ഇട്ടിട്ട് കത്ത് എഴുതിയിട്ട് കവറിനകത്തൊക്കെ ഇട്ടിട്ട് സ്റ്റാമ്പ് ഒക്കെ ഒട്ടിച്ച് അയക്കുന്നത്. പക്ഷെ ഈ ഇമെയിലിന് ഇതൊന്നും ആവശ്യമില്ല. അതാ ടൈപ്പ് ചെയ്ത് നേരെ മെയിലില് പോയിട്ട് സെൻഡ് കൊടുത്താൽ മതി, പൊക്കോളും. With the help of the internet, you can see different places. You can also chat with your friends anywhere. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലും ഗൾഫിലൊക്കെ ഉള്ളവരുണ്ടോ? ദുബായിലോ അമേരിക്കയിലോ? ആരുടെയൊക്കെ വീട്ടിലുണ്ട്? ഫാദർ, ബ്രദർ, അങ്കിൾ, ആന്റി, കസിൻസ്, റിലേറ്റീവ്സ് ആരെങ്കിലും പുറത്ത് കേരളത്തിന് വെളിയില് അല്ലെ കേരളത്തിൽ തന്നെ ആണെങ്കിലും നമ്മുടെ ഇവിടുന്ന് കുറച്ച് ദൂരെയൊക്കെ മാറി താമസിക്കുന്ന ആൾക്കാരുണ്ടോ? ഓക്കെ, നിങ്ങൾ വീഡിയോ കോളൊക്കെ വിളിക്കാറുണ്ടോ അവരെ? ഉണ്ടോ? അവിടെയുള്ള ആളുമായിട്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കാറുണ്ടല്ലോ അല്ലേ? ഓക്കെ, how can you do like that way? You should need an internet connection. അതിന് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അല്ലേ? സോ ഇന്റർനെറ്റ് കണക്ഷനിലൂടെ നമുക്ക് ലെറ്റർ എഴുതാം, അവരെ വിളിക്കാം, സംസാരിക്കാം. അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്പോൾ അമേരിക്കയിൽ എന്തൊക്കെയാ നടക്കുന്നത്, പിന്നെ ദുബായിൽ എന്തൊക്കെയാ നടക്കുന്നത് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അല്ലേ? ഓക്കെ, സോ ഇന്റർനെറ്റ് നമ്മളെ അതിനെല്ലാം സഹായിക്കും. നമുക്ക് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ എത്തുമ്പോൾ അതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. മക്കൾക്ക് ഇപ്പൊ അത്രയൊക്കെ പറഞ്ഞാലും മനസ്സിലാവില്ല അല്ലെ? കുഞ്ഞു മക്കളല്ലേ നിങ്ങള് അല്ലെ? ഒരുപാട് വലിയ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമോ ഇപ്പം? ഇല്ല അല്ലെ? സോ ദാറ്റ് വിൽ സ്റ്റഡി ഇൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ്. ഓക്കെ, സോ 6th lesson is over. Miss will send the question answers afterwards. Next we shall study 7th lesson. അത് അടുത്ത ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കാരണം നമ്മുടെ ടൈം കഴിയാൻ പോകുമല്ലേ? അപ്പൊ നമ്മുടെ ഈ പീരീഡ് കഴിയാറാകും. അതുകൊണ്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് അത് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ബൈ ദെൻ. എല്ലാരും പോയിട്ട് ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. ബൈ ബൈ.